മേഖലയാണ്. ഹാർബർ മേഖലയിൽ ഡ്രഡ്ജിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പദ്ധതി ഇട്ടു. അത് വന്ന് സാഗർമാലയിൽ ഉൾപ്പെടുത്തിയിട്ട് കാരണം അത് അവിടെ പാറ കാരണം അവിടെ ചെയ്യാൻ പറ്റും. അവിടെ തകർന്നു കിടക്കുന്ന റോഡാണെന്നാ കേട്ടത്. റോഡിന്റെ മാത്രമല്ല, ഈ മൊത്തം പ്രശ്നം കപ്പലുകളും വലിയ ബോട്ടുകളും അടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് ബേപ്പൂർ ഹാർബറിൽ. അപ്പോൾ അതിന് സാഗർമാലയിൽ ഉൾപ്പെടുത്തിയിട്ട് എന്തായാലും അത് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക്. നമ്മളെ കരീംക്ക വന്നു കഴിഞ്ഞാൽ നമ്മളെ ശബ്ദം, കാരണം 15 കൊല്ലമായിട്ട് ഇയാളൊന്നും ചെയ്തിട്ടില്ല, രാഘവേട്ടനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ചെയ്യാത്തത് കരീംക്ക വന്നു കഴിഞ്ഞാൽ ചെയ്യണം. കാരണം നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് നമ്മൾക്ക് എന്തായാലും കിട്ടണമല്ലോ. ആ കിട്ടുന്ന ഫണ്ടുകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളെ നാടിനെ വികസിപ്പിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള ഈ യാത്ര നമ്മൾ ഇന്നിപ്പോ പിരിച്ചുവിടാൻ പോവാണ്. ഒറ്റ കാര്യം കൂടി ഇവിടെ കരീംക്ക് ജയിക്കൂലല്ലോ, രാഘവേട്ടനെ ജയിക്കുള്ളൂ. അല്ല അരുൺജി എം കെ രാഘവൻ എളമരം കരീം ജയിച്ചാലും ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നോ അറിഞ്ഞാൽ കൊള്ളായിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാ? ഈ രണ്ടുപേരുടെയും, കോൺഗ്രസിന്റെ അല്ല, ഈ രണ്ടുപേരുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് ഇവിടെ മത്സരിക്കുന്നത് എളമരം കരീം, രാഘവേട്ടൻ, രമേശൻ. ഇവർ ഇവിടുന്ന് മത്സരിച്ച് ജയിച്ചാൽ ഈ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ടുപേരും. മറുപടി പറയാൻ പറ്റും. ഇവിടെ ഇപ്പം പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടിയാണ് ബേപ്പൂരിന്റെ വികസനം, ടൂറിസം വികസനം എന്ന്. 50 രൂപക്ക് പെട്രോൾ കൊടുക്കാന്ന് പറഞ്ഞ മോഡിയുടെ ഗ്യാരണ്ടി നമുക്ക് വേണ്ട. പാവപ്പെട്ട സ്വിസ് ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് മേടിച്ചിട്ട് 15 ലക്ഷം രൂപ പാവപ്പെട്ടവന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കാറുണ്ട് മോഡിയുടെ ഗ്യാരണ്ടി നമുക്ക് വേണ്ട. ഇങ്ങനെ പൊള്ളയാ വർത്താനം പറയുന്ന മോഡിയുടെ ഗ്യാരണ്ടി നമുക്ക് ഒരു ആവശ്യമില്ല. നമുക്ക് സാധാരണക്കാരൻ ഏത് വിളിപ്പുറത്ത് വിളിച്ചാലും കിട്ടുന്ന രാഘവേട്ടൻ, അത് മതി. അതാണ് ഇവിടുത്തെ ആളുകൾക്ക് ആവശ്യം. രാഘവേട്ടനാണ് വേണ്ടത്. ഏത് നിമിഷം അത് 15 ലക്ഷം അക്കൗണ്ടിൽ വരാൻ പറഞ്ഞ തെളിവുണ്ട്. എവിടെയാണ്, ആരാ പറഞ്ഞത്? ഇത്തരത്തിലൊന്നും തൊഴിന്യായങ്ങൾ പറഞ്ഞിട്ട് BJP സർക്കാരിനെ താഴ്ത്തിക്കെട്ടാൻ ആരും ശ്രമിക്കേണ്ട. ഒറ്റ സംശയം അല്ല, ചേട്ടൻ സൂചിപ്പിച്ചത് നമ്മൾ ഈ ധാരാളം ചർച്ചകളിൽ സ്ഥിരം കേൾക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏത് BJP പ്രതിനിധി ഉണ്ടെങ്കിലും ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും, നിങ്ങൾ 15 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞില്ലേ, തന്നോ എന്നായിരിക്കും ആദ്യത്തെ ചോദ്യം. അങ്ങനെ മോദി 15 ലക്ഷം രൂപ, ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം കേട്ടോ. അതായത് എന്താ വസ്തുത എന്ന് പറയാം, നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ചത് ആ വസ്തുത. അപ്പൊ വസ്തുത ഞാൻ പറയട്ടെ ഒരു നിമിഷം. അതായത് അന്ന് നരേന്ദ്രമോദി പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞത്, സ്വിസ് ബാങ്കിൽ കിടക്കുന്ന പണം മുഴുവൻ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ ഓരോരുത്തരുടെയും പോക്കറ്റിൽ 15 ലക്ഷം രൂപ കിട്ടുന്ന തരത്തിലുള്ള പണം അവിടെയുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു ചോദ്യം അതല്ലാതെ ഒരു നിമിഷം സാർ, അതല്ലാതെ നിങ്ങളുടെ പോക്കറ്റിൽ 15 ലക്ഷം രൂപ നരേന്ദ്രമോദി കൊണ്ടുവരുമെന്നൊരു വാഗ്ദാനം ചെയ്തിട്ടില്ല. കേട്ടു, അതാണ് സംഭവം. പക്ഷേ അവിടെ ഒരു ചോദ്യം BJPയോടുള്ളത് സാർ, അങ്ങനെ സ്വിസ് ബാങ്കിൽ നിന്ന് കള്ളപ്പണം നമ്മൾ കണ്ടെത്തിയോ, അത് കൊണ്ടുവന്നോ എന്നൊരു ചോദ്യമുണ്ട്.